തിരുവനന്തപുരം മുതലപ്പുഴയിൽ സർക്കാരിനെതിരെ ജനരോഷം ആളിക്കത്തുന്നു. CITU-വിന്റെയും INTUC-യുടെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഇന്ന് അരങ്ങേറിയത്. നാളെ ഫിഷറീസ് മന്ത്രിയുമായി നടക്കുന്ന ചർച്ചയിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം. മുതലപ്പുഴയുടെ ഇന്നത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. കായലിൽ നിന്ന് ഈ മണൽത്തിട്ടയിലേക്ക് എത്തിക്കുന്ന വള്ളങ്ങൾ ഈ കാണുന്ന ട്രാക്ടർ ഉപയോഗിച്ച് വലിച്ചിഴച്ചുകൊണ്ടാണ് കടലിലേക്ക് എത്തിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ചെറുവള്ളങ്ങൾ ഇന്ന് ഉപജീവന മാർഗം തേടി കടലിലേക്ക് പോകുന്നത്. കഴിഞ്ഞ 1.5 ആഴ്ചയായി മുതലപ്പുഴയുടെ അവസ്ഥ ഇങ്ങനെയാണ്. കടലിൽ നിന്ന് മണൽ കരയിലേക്ക് അടിച്ചു കയറ്റി പുഴി ആകെ അടങ്ങിയ അവസ്ഥയിലാണ്. 10,000-ത്തിലധികം മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയുടെ വക്കിലുമാണ്. ഇതിനെ തുടർന്നാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് മത്സ്യത്തൊഴിലാളികൾ തയ്യാറെടുക്കുന്നത്. ഇന്ന് രാവിലെ INTUC-യുടെയും CITU-ന്റെയും നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. INTUC പ്രവർത്തകർ ഓഫീസിന്റെ ഗേറ്റ് താക്കോലിട്ട് പൂട്ടി റീത്തും വെച്ചു. തുടർന്ന് പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് അവിടെ ഒരു പ്രതിഷേധത്തിന് അയവുണ്ടാക്കിയത്. ഇതിനുശേഷം അവിടെ പ്രതിഷേധവുമായി എത്തിയത് CITU ആണ്. CITU സംസ്ഥാന സർക്കാരിനെതിരെയും ഫിഷറീസ് വകുപ്പ് മന്ത്രിക്കെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അറിയിച്ചത്. CITU നേതാക്കൾ ഇന്ന് തൊഴിൽ വകുപ്പ് മന്ത്രിയുമായി ചർച്ചയും നടത്തുന്നുണ്ട്. ഹാർബർ വന്നതിന് ശേഷം ഇത്തരത്തിൽ മണ്ണടിഞ്ഞ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് പുതിയ പ്രതിഭാസമാണ്. ഈ പ്രതിഭാസം മുന്നേ കണ്ട് ഇത് നേരത്തെ തുടങ്ങപ്പോൾ തന്നെ കണ്ട് പരിഹരിക്കാനുള്ള ഈ എഞ്ചിനീയറിംഗ് വൈദ്യുതി ഇവർ പ്രയോജനപ്പെടുത്തണമായിരുന്നു ഈ ഡിപ്പാർട്ട്മെന്റ്. പക്ഷെ അവർ നോക്കുകുത്തിയായിരിക്കുന്നു വിമർശനം നമുക്കുണ്ട്. സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നാളെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമായി ഉച്ചയ്ക്ക് ഒരു ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ട്. ആ ചർച്ചയിൽ കൂടി ഇതിനൊരു തീരുമാനമായില്ല എന്നുണ്ടെങ്കിൽ മുതലപ്പുഴ ഹാർബർ തന്നെ അടച്ചുപൂട്ടിക്കൊണ്ട് വലിയ രീതിയിലുള്ള സമരത്തിനാണ് അവർ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. മുതലപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൻ്റെ ലാസ്റ്റ് നിവേദനമാണ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് കൊടുത്തതിന് ശേഷം ഞങ്ങൾ 3 ദിവസം വരെ ഇതിനെക്കുറിച്ചൊന്ന് നോക്കും, അന്വേഷിക്കും, ഇതിനൊരു പരിഹാരം കാണുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതിൽ കണ്ടില്ലെങ്കിൽ തുടർന്ന് ഞങ്ങളൊരു സമരത്തിൻ്റെ രൂപം കൊടുക്കും. കാരണം ഇതിൻ്റെ അകത്ത് തന്നെ സമരം ചെയ്യാനെന്നുള്ള തീരുമാനമായിരുന്നു ഇന്നലെ നടത്തിയ ഞങ്ങളുടെ മൊത്തത്തിലുള്ള എല്ലാവരുടെയും തീരുമാനം. അതിന് പ്രകാരം അതിനുശേഷം അതിലേക്ക് ഞങ്ങൾ കടക്കും. മുതലപ്പുഴയുടെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. നമ്മളിപ്പോഴത്തെ പുലിമുട്ട അടിച്ചില്ല, അപ്പുറത്ത് 3 മുട്ട് കല്ലടിച്ചില്ല. ആ കല്ലടിച്ചാണ് അത് പ്രശ്നം. ആ അടി നിർത്തി വെച്ചാൽ ഇവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെ ആരും പഠിച്ചിട്ടൊക്കെ ചെയ്യണത് മത്സ്യത്തൊഴിലാളിയെ കൊണ്ടുവന്നാൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഇവരെ കൊണ്ടുവന്നത് ഒരു കാര്യം പോലും നടക്കൂല കേട്ടോ. കഴിഞ്ഞ 7 വർഷം കൊണ്ട് 70 പേർക്കാണ് ഈ മുതലപ്പുഴയിൽ ജീവൻ നഷ്ടപ്പെട്ടത്. അന്ന് രാക്ഷസ തിരമാലകളും ടെട്രാപോഡുകളുമായിരുന്നു മരണത്തിന് കാരണമെങ്കിൽ ഇന്ന് മണൽത്തിട്ടയാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. മുതലപ്പുഴയിൽ എന്നാണ് ഇനി ഒരു ശാശ്വതമായ പരിഹാരമുണ്ടാവുക? ആരാണ് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നൽകുക? മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴും ആശങ്കയിലാണ്. രാകേഷിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.